നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരുണാചൽ പ്രദേശിൽ തിരംഗ റാലി. ഹർഘർ തിരംഗ ക്യാമ്പയിനോടനുബന്ധിച്ചാണ് തിരംഗ റാലി അരുണാചൽ പ്രദേശിൽ നടത്തിയിരിക്കുന്നത്. 600 അടി നീളമുള്ള ദേശീയ പതാക വഹിച്ചുകൊണ്ടായിരുന്നു തിരംഗ റാലി. മഹാറാലി സംഘടിപ്പിച്ചത് കിഴക്കൻ കമങ്ങിലെ സെപ്പ പ്രദേശത്തായിരുന്നു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും 2000-ലേറെ വിദ്യാർത്ഥികളാണ് റാലിയിൽ പങ്കെടുത്തത്. മന്ത്രി മമ നടും, BJP MLA ഹയേങ് മങ്ഫി എന്നിവരും യാത്രയിൽ പങ്കുചേർന്നു. തിരംഗ റാലിയുടെ വീഡിയോ മുഖ്യമന്ത്രി പ്രേമ ഖണ്ഡു എക്സിൽ പോസ്റ്റ് ചെയ്തു. പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രി ഇത് റീപോസ്റ്റ് ചെയ്തത്. ഓരോ പൗരന്റെയും ഹൃദയത്തിൽ ദേശസ്നേഹം ആഴത്തിൽ വേരൂന്നിയ ഒരു നാടാണ് അരുണാചൽ പ്രദേശ് എന്ന് പ്രധാനമന്ത്രി കുറിച്ചു. സംസ്ഥാനത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ മഹാറാലിയെന്നും ഹർഘർ തിരംഗ ക്യാമ്പയിൻ ആവേശത്തോടെ ഏറ്റെടുക്കുന്നത് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അതേസമയം അരുണാചൽ പ്രദേശിലെ തിരംഗ റാലി ചൈനയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയായി കണക്കാക്കപ്പെടുകയാണ്. അരുണാചൽ പ്രദേശിൽ ചൈന ആധിപത്യം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ പതാക വഹിച്ചുകൊണ്ടുള്ള ഈ യാത്ര ചൈനയ്ക്കുള്ള താക്കീത് കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചൽ പ്രദേശ് സന്ദർശിച്ചപ്പോൾ ചൈന പ്രതിഷേധിച്ച സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് മുന്നിലുള്ളതാണ്. ഇന്ത്യയുടെ നീക്കം അതിർത്തി പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുമെന്നായിരുന്നു ചൈന അന്ന് പറഞ്ഞത്. അസമിനെയും അരുണാചലിലെ തവാങ്ങിനെയും ബന്ധിപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും നീളമേറിയ ഇരട്ട ടണൽ ഉദ്ഘാടനം ചെയ്യാനായിരുന്നു പ്രധാനമന്ത്രി അരുണാചലിലെത്തിയത്. അരുണാചൽ പ്രദേശിനെ തെക്കൻ ടിബറ്റ് എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. ഇന്ത്യൻ നേതാക്കൾ അവിടെ പോകുന്നതിനെതിരെ നിരന്തരം പ്രതിഷേധിക്കാറുണ്ട്. സാങ്നാൻ എന്നാൽ അരുണാചൽ പ്രദേശിന് ചൈന പേരിട്ടിരിക്കുന്നത്. എന്നാൽ അരുണാചൽ പ്രദേശ് രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ഇന്ത്യ ആവർത്തിക്കുന്നു. സാങ്നാൻ പ്രദേശം ചൈനയുടെ ഭാഗമാണെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാങ് വെൻബിൻ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ അനധികൃതമായി സ്ഥാപിച്ച അരുണാചൽ പ്രദേശ് എന്ന് വിളിക്കപ്പെടുന്നതിനെ ചൈനീസ് സർക്കാർ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല എന്നും അതിനെ ശക്തമായി എതിർക്കുന്നുവെന്നും ചൈനീസ് അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നും ചൈനയിലെ സാങ്നാൻ പ്രദേശം ഏകപക്ഷീയമായി വികസിപ്പിക്കാൻ ഇന്ത്യക്ക് അവകാശമില്ല എന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ നീക്കങ്ങൾ അതിർത്തി പ്രശ്നം സങ്കീർണമാക്കുമെന്നായിരുന്നു ചൈനീസ് വിദേശകാര്യ വക്താവിന്റെ അന്നത്തെ പ്രതികരണം. എന്തായാലും അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളൊക്കെ വളരെയധികം ശക്തമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ദേശീയ പതാക വഹിച്ചുകൊണ്ടുള്ള ഈ ഒരു യാത്ര കടന്നുപോയത്. തീർച്ചയായിട്ടും ചൈനയ്ക്ക് വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഒരു പതാക വഹിച്ചുകൊണ്ടുള്ള യാത്ര. അതേസമയം മുൻ വർഷങ്ങൾക്ക് സമാനമായി ഇത്തവണയും ഹർ ഹർ തിരംഗ ക്യാമ്പയിൻ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഫോട്ടോകൾ ത്രിവർണ്ണ പതാകയാക്കി മാറ്റണമെന്നും വീടുകളിലും സ്ഥാപനങ്ങളും ദേശീയ പതാക ഉയർത്തി ചിത്രങ്ങൾ പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ ഇന്ത്യ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.